ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ട്വിസ്റ്റ്ലെസ് കേക്കാണ്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാ ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 240 ml കപ്പിലാണ് ഞാൻ മൈദ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ അരച്ചെടുക്കും. അപ്പോൾ നമ്മൾ മൈദയും ബേക്കിംഗ് പൗഡറും ഉപ്പും എല്ലാ സൈഡിലും ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അരച്ചെടുക്കുന്നത്. പിന്നെ നമ്മുടെ മൈദയിൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതും പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടയുടെ വെള്ള സെപ്പറേറ്റും മുട്ടയുടെ മഞ്ഞ സെപ്പറേറ്റും ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ മുട്ടയുടെ വെള്ളം നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ എഗ് വൈറ്റ് നല്ലപോലെ ബീറ്റായിട്ട് നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പൊടിച്ച് പഞ്ചസാര എടുക്കുന്നത് 3/4 കപ്പ് പഞ്ചസാര എടുക്കുമ്പോൾ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ 1 കപ്പായിട്ട് കിട്ടും. അപ്പോൾ അത് കുറച്ചായിട്ട് ഇട്ട് വേണം നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് എടുക്കാൻ. മുഴുവനോടെ ആദ്യമേ ഇട്ട് കൊടുക്കരുത്, കുറച്ചിട്ട് വേണം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ബാക്കിയിരിക്കുന്ന പഞ്ചസാരയും ഞാൻ മുഴുവനോടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ലപോലെ ഇത് ബീറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ വിപ്പ് ചെയ്തെടുക്കുന്ന ആ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ എഗ് യോക്ക്, അത് നമ്മൾ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ് വൈറ്റിലേക്ക് നമ്മുടെ എഗ് യോക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒരേ സൈഡിൽ തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പം ഓവറായിട്ട് നമ്മുടെ ഇളക്കി കൊടുക്കാതെ ഒരേ സൈഡിൽ പതുക്കെ ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഡ്രൈ ഇൻഗ്രീഡിയൻസും കുറച്ചായിട്ട് ഇട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലോടെ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് കുറച്ചായിട്ടാണ് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ ഡയറക്റ്റായിട്ട് തണുത്ത പാലെടുത്ത് ഒഴിച്ച് കൊടുക്കാതെ കുറച്ച് നേരം പുറത്ത് വെച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ പാൽ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബേക്കിംഗ് ട്രേയിലോ അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനത്തെ ഗ്ലാസിൻ്റെ ട്രേയിലോ നമ്മൾ ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് എയർ ബബിൾസ് കളയോ അല്ലെങ്കിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 to 35 മിനിറ്റ്സ് ഞാനിത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതാ നമ്മുടെ കേക്ക് റെഡിയായി. അപ്പോൾ നടുക്ക് ഒന്ന് വെടിച്ചൊക്കെ വന്നിട്ടുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല, നമുക്കൊരു കത്തി വെച്ചിട്ട് കട്ട് ചെയ്തൊക്കെ മാറ്റിയെടുക്കാം. ഇനി കേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ മിക്സ് റെഡിയാക്കാം. അതിനായിട്ട് 1.5 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഇത് തണുത്ത പാൽ തന്നെയാണ്, ചൂട് പാലൊന്നുമല്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ ഫ്രഷ് ക്രീമാണ് എടുത്തിരിക്കുന്നത്, 1 ടേബിൾ സ്പൂൺ. അപ്പോൾ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം എടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. വിപ്പിംഗ് ക്രീം കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് അതും 1/2 കപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം. അങ്ങനെ ഞാൻ കേക്ക് നല്ല തണുത്ത് വന്നതിന് ശേഷം ട്രെയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ മുകളിലുള്ള ആ വെടിച്ച ആ ഒരു ഭാഗമൊക്കെ നമുക്ക് ഇത് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ കേക്ക് ഞാൻ ഇതുപോലെ നല്ലപോലെ ഫുൾ കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിനെ തിരിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ മോൾ ഭാഗം നമ്മുടെ അടിഭാഗം പോലെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കണം. അപ്പോൾ അത് നമുക്ക് തിരിച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സിറപ്പ് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫോർക്ക് കൊണ്ട് നല്ലപോലെ എല്ലാ സൈഡും ഒന്ന് കുത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അതായത് പാൽ മിക്സ് ഉണ്ടല്ലോ, പാലും കണ്ടൻസ്ഡ് മിൽക്ക് ഫ്രഷ് ക്രീം, അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് 1/2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ബൗളും ഈ ബീറ്ററിൻ്റെ ബ്ലേഡും രണ്ടും ഫ്രീസറിൽ 1/2 മണിക്കൂർ തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡ്രീം വിപ്പിൻ്റെ പാക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് പൗഡറാണ്. അപ്പോൾ ഇതിനകത്ത് 2 സാഷയാണ് എടുത്തിട്ടുള്ളത്. അത് രണ്ടും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നല്ല തണുത്ത 1/2 കപ്പ് പാൽ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 കപ്പ് എന്ന് പറയുന്നത് ഞാൻ മുഴുവൻ എടുത്തിട്ടില്ല, ഒരു 1/4 കപ്പ് ബാക്കി വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്.
ഇനി ഇതിലേക്കൊരു 3-4 ഡ്രോപ്സ് വാനില എസൻസ് കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ബീറ്റ് ചെയ്യുമ്പോൾ ആദ്യം 1 ഇട്ടിട്ട് പിന്നെ 2, 3 അങ്ങനെ കൂട്ടി എടുത്ത് വേണം ബീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു ഇങ്ങനെ ഒന്ന് ഒരു 10 സെക്കൻഡ് ബീറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക, വീണ്ടും സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ വേണം ഇത് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ആക്കുമ്പോൾ തന്നെ താഴോട്ട് അതായത് ഇങ്ങനെ ഒലിച്ച് വരുന്നില്ല. അപ്പം അതിനർത്ഥം കറക്റ്റായിട്ടിത് ബീറ്റായി വന്നിട്ടുണ്ടെന്നാണ്. ഇനി ഇതൊരു പൈപ്പിംഗ് ബാഗിലോട്ട് നമുക്ക് മാറ്റാം. അങ്ങനെ സോക്ക് ചെയ്ത് മാറ്റി വെച്ച കേക്കിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം എല്ലാ സ്ഥലത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പല സ്ഥലത്തും ഈ കേക്കിന് നമ്മൾ ട്രസ്റ്റഡ് കേക്ക്, മിൽക്ക് കേക്ക് അല്ലെങ്കിൽ കാരമൽ കേക്ക് എന്നൊക്കെ പറയും. പക്ഷേ ടേസ്റ്റ് എല്ലാം ഒന്നാണ്. അപ്പോൾ ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ നല്ലപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. ഇനി മെയിനായിട്ട് വേണ്ടത് നമ്മുടെ കാരമലാണ്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പം മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ, അത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്, അതും ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ബട്ടർ ഇടുന്ന സമയത്ത് നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ബട്ടർ ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ ബട്ടർ മെൽറ്റായതിന് ശേഷം നമ്മുടെ വിപ്പിംഗ് ക്രീം ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ സമയത്തും നിങ്ങൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം ഇളക്കി കൊടുക്കാൻ. ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ കട്ട പോലെയൊക്കെ പിടിക്കും. അതൊന്നും കുഴപ്പമില്ല. അത് നമ്മളിങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞ് കറക്റ്റായിട്ട് വന്നോളൂ. ഇപ്പോൾ അതാ നമ്മുടെ കാരമൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചൂട് മാറിയതിന് ശേഷം വേണം കേക്കിൻ്റെ മുകളിലിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വെച്ചിരുന്ന നമ്മുടെ കേക്ക് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് നമ്മുടെ കാരമൽ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീം, അതായത് കുറച്ച് ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പൈപ്പിംഗ് ബാഗിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കിയിട്ട് ഇതുപോലെ ഡിസൈൻ കൊടുക്കുകയാണ്. ഇങ്ങനെ കുറച്ച് ഡിസൈനൊക്കെ കൊടുത്താലേ നമുക്ക് കാണുമ്പോൾ ഒരു അട്രാക്ഷൻ തോന്നുള്ളൂ. അങ്ങനെ ഇതാ ഡിസൈനൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ സെറ്റായില്ലേ കേക്ക്. അപ്പോൾ ഇതിന് ട്രസ്റ്റഡ് കേക്ക് അല്ലെങ്കിൽ മിൽക്ക് കേക്ക് അല്ലെങ്കിൽ കാരമൽ കേക്ക് ഏത് പേരിലാണെങ്കിൽ ഈ കേക്ക് നമുക്ക് പറയാം. പക്ഷേ ടേസ്റ്റ് എല്ലാം ഒന്നാണ് കേട്ടോ. നമ്മളെ ആ മിൽക്കും സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മിൽക്കും നമ്മുടെ കാരമൽ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഉറപ്പായിട്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. വസ്സലാം.